നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തമ്മിലുള്ള സീറ്റ് വിഭജനം ഏറെക്കുറെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളാത്ത പ്രസ്ഥാനം എന്ന രീതിയിൽ മുൻപ് ഇന്ത്യ മുന്നണി വിട്ടുപോയ നേതാക്കൾ, സ്റ്റാലിൻ അടക്കമുള്ള നേതാക്കൾ പറയുമ്പോൾ സ്റ്റാലിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ പട്ടികയിൽ ഒന്നാമനാണ് അഖിലേഷ് യാദവ്. ആ അഖിലേഷ് യാദവ് കോൺഗ്രസിന് 100 സീറ്റൊന്നും വെച്ചു കൊടുക്കില്ല എന്ന് പറയുന്നവരുടെ എണ്ണം കൂടുതലാണ്. കാരണം കോൺഗ്രസിന് എന്തെങ്കിലും നേട്ടം UP-യിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ കിട്ടിയാൽ ഏറ്റവും കൂടുതൽ നെഞ്ചിടിക്കുന്നത് ഗോദി മീഡിയകൾക്കാണ്. BJP പോലും രണ്ടാമതേ വരൂ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇനി 6 മാസം മാത്രം ബാക്കി നിൽക്കെ ഉത്തർപ്രദേശിലേക്ക് സർവ ക്യാമറകളും തിരിഞ്ഞിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ എന്തു സംഭവിക്കും? മൂന്നാമതും യോഗി ആദിത്യനാഥ് ഭരണത്തിലേക്ക് വരുമോ, അതോ 2012 ആവർത്തിക്കുമോ? അഖിലേഷ് യാദവിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വിജയത്തിൽ കുറഞ്ഞതൊന്നും അദ്ദേഹത്തിൻ്റെ മുൻപിലില്ല. 38ാമത്തെ വയസ്സിൽ ഉത്തർപ്രദേശിലെ യങ്ങസ്റ്റ് മുഖ്യമന്ത്രി, ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി എന്ന പദവി നേടിയെടുത്ത വ്യക്തിയാണ്. മായാവതിയേക്കാൾ ചെറുപ്പത്തിൽ ആ സ്ഥാനം അലങ്കരിച്ച വ്യക്തി. എന്നാൽ പിന്നീട് അത് കൈവിട്ടു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. 2017-ലും 2022-ലും BJP ശക്തമായി അധികാരത്തിലെത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. എന്നാൽ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നമാണ് ഒരു പരിധിവരെ 2012-ൽ മോശമായ സന്ദർഭത്തിലേക്ക് സമാജ്വാദി പാർട്ടിയെ വലിച്ചിഴച്ചത്. അന്ന് BJP 302 സീറ്റുമായി അധികാരത്തിലെത്തിയപ്പോൾ, അതായത് 4-3 ഭൂരിപക്ഷവുമായി അധികാരത്തിലെത്തിയപ്പോൾ കേവലം 47 സീറ്റുകളുമായാണ് സമാജ്വാദി പാർട്ടി ഒതുങ്ങിയത്. അവിടെ നിന്നുമാണ് ഒരു വലിയ കുതിപ്പോടുകൂടി ഇരട്ടിയിലധികം സീറ്റുകളോടെ 111 സീറ്റുകളും ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് ഷെയറുമായി 2017-ൽ അവർ മികച്ച രീതിയിൽ BJP-യോട് കിടപിടിച്ചത്. BJP-യുടെ വോട്ട് ഷെയർ 6% കുറയ്ക്കാൻ കഴിഞ്ഞു എന്നത് മാത്രമല്ല, മായാവതിയുടെ രഹസ്യ പിന്തുണയില്ലായിരുന്നെങ്കിൽ BJP ജയിക്കുമായിരുന്നില്ല എന്നതുകൂടി വ്യക്തമാണ്. എന്നാൽ 2022-ൽ പല പിശകുകളും തിരുത്തി കോൺഗ്രസുമായി സഖ്യം ചേർന്ന് സമാജ്വാദി പാർട്ടി മതേതര വോട്ടുകളെ ഭിന്നിപ്പിക്കാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തി 220-ലധികം സീറ്റുകളിൽ ലീഡ് ചെയ്ത് അവിടെ 43 ലോക്സഭാ സീറ്റുകൾ സഖ്യം നേടിയെടുത്തു എന്നത് BJP-യുടെ നെഞ്ചാകൂട് തകർക്കുന്ന അവസ്ഥയായിരുന്നു. സാക്ഷാൽ മോദി ഒരു ഘട്ടത്തിൽ പരാജയപ്പെടുമോ എന്ന അവസ്ഥ വരെയായി. 8000-ലേറെ വോട്ടുകൾക്ക് വാരണാസിയിൽ പിന്നിൽ നിൽക്കുന്ന കാഴ്ച വരെ ഈ രാജ്യം കണ്ടറിഞ്ഞു. അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മുന്നേറ്റമായിരുന്നു ആദ്യ 3 റൗണ്ടുകളിലും ഉണ്ടായിരുന്നത് എന്നത് BJP-ക്ക് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. അതും BJP-യുടെ ഏറ്റവും വലിയ ഉരുക്കുകോട്ടയായ വാരണാസി. അതുകൊണ്ടാണ് സമാജ്വാദി പാർട്ടി കോൺഗ്രസുമായി ഈ സഖ്യം ഇത്രമേൽ ശക്തമായി തിരഞ്ഞെടുക്കാൻ കാരണം. ഇത് മുന്നോട്ട് പോയാൽ BJP-ക്ക് വീണ്ടും വീണ്ടും അപകടകരമാണ് അവസ്ഥ എന്നത് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല.